2 ദിവസം വീട്ടിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് എല്ലാവരുമായിട്ടൊക്കെ നിന്ന് എൻ്റെ സന്തോഷം കഴിഞ്ഞതാണ്ട് തിരിച്ച് നമ്മൾ വീണ്ടും തന്നെ മംഗലാപുരത്തേക്ക്. മംഗലാപുരം വരെ പോകണ്ട, കണ്ണൂർ പോയത്. കണ്ണൂർ നമ്മൾ നൈറ്റ് സർവീസ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ അതിനകത്ത് കിടന്നുറങ്ങി അങ്ങ് പോവാം. അപ്പോൾ രാവിലെ നമുക്ക് ജോലി കയറുകയും ചെയ്യാം. 10:15 എന്ന് പറഞ്ഞ വണ്ടി 10:30 ആയി ഏകദേശം വന്നപ്പോഴത്തേനും. മാത്രമല്ല കിടന്നുറങ്ങിപ്പോന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചു കേട്ടോ. കിടന്നുറങ്ങിപ്പോന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കിടന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ്ട് കുറേ നനവ് മഴ പെയ്യുന്നു. ആ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വെള്ളം അകത്തോട്ട് വീണു. നമ്മളെ ഡ്രസ്സിനകത്തും പുതപ്പിനകത്തും ആ വിരിക്കകത്തും എല്ലാം വെള്ളമായി. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പിന്നെ ഫ്രണ്ടിൽ പോയി നമ്മുടെ ആ ഒരു ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ വന്ന് നമുക്ക് താഴെ ഒരു സീറ്റ് ഒപ്പിച്ചു. നമുക്ക് കിടന്ന് ഉറങ്ങിപ്പോകാനുള്ളതായിരുന്നു. അപ്പം നമുക്ക് നേരെ ഇന്ന് വണ്ടി ഓടാമല്ലോ. നമുക്കും വണ്ടി ഓടേണ്ടതല്ലേ. പിന്നെ നമുക്കറിയാം വണ്ടിക്കാരുടെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത് വലിയ പ്രശ്നമാക്കിയില്ല. നമ്മളത് വിട്ട് കളഞ്ഞു. പിന്നെ നേരം വെളുത്തപ്പോഴത്തേന് ഞാൻ കർട്ടനൊക്കെ മാറ്റി നമ്മൾ സൈഡ് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യും. പിന്നെ നമുക്കിനി എത്ര സമയത്തുള്ള എത്തുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് നോക്കി. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ. അങ്ങനെ ആ ഒരു അരമണിക്കൂറും കൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ നേരെ നമ്മൾ കണ്ണൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചെന്ന് നമ്മളെ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്തോട്ട് പോകുന്ന വണ്ടി ഏത് വണ്ടി കയറണം. അങ്ങനെ പഴയങ്ങാടി വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ പഴയങ്ങാടി വണ്ടി കയറി അവരെന്നെ ടിക്കറ്റ് ഇത്ര രൂപ ടിക്കറ്റാണ് എന്നെല്ലാം പറഞ്ഞ് പക്ഷേ അവിടുത്തെ വണ്ടിയൊക്കെ കാണാൻ സെറ്റപ്പ് കേട്ടോ. അവിടുത്തെ ബസ്സുകളൊക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോയപ്പോഴും ഈ സെയിം സ്ഥലത്തൂടെ തന്നെ പോയാൽ. അപ്പോൾ അതാണ് ഇതിലേക്കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി കണ്ട്. ഞാൻ പെട്ടെന്ന് വണ്ടി കണ്ട് ചേട്ടാ വണ്ടി കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് നിർത്തി തന്നു. പിന്നെ ഞാൻ തിരിച്ച് നടന്ന് വന്നതാണ്ട് നമ്മളെ വണ്ടി കയറി യാത്രയായി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ.